السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. അപ്പൊ നോമ്പിന്റെ നിർബന്ധങ്ങളും സുന്നത്തുകളും ഒക്കെ വളരെ ബ്രീഫായി നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇത്തരം സംഗതികൾ കൊണ്ട് മാത്രം നമ്മുടെ നോമ്പ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയില്ല. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾക്ക് കൂടി ഈ നോമ്പ് കാരണമാവുകയും നമ്മുടെ ജീവിതത്തിലെ സമൂലമായ പരിവർത്തനം നോമ്പിന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും വേണം. ഉദാഹരണമായി നിങ്ങൾ നോക്കൂ, 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 183-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയതുമായി ബന്ധപ്പെടുത്തിയ പരാമർശത്തിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതു പ്രകാരം. എന്തിന്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ. തഖ്വ എന്നതിന്റെ പ്രാഥമികമായ അർത്ഥമെങ്കിലും നമ്മൾ മനസ്സിലാക്കുമ്പോ അതിനെന്താ വരുന്നത്? തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല കൽപ്പിച്ചതെല്ലാം എടുക്കുകയും വിരോധിച്ചവയെല്ലാം ഒഴിവാക്കുകയും ചെയ്യണം. ഏറ്റവും ചുരുങ്ങിയത് നിർബന്ധങ്ങൾ എടുക്കുന്നവരും ഹറാമുകൾ കൈയൊഴിക്കുന്നവരുമെങ്കിലും ആവണം നമ്മൾ. അപ്പൊ നോമ്പ് നോറ്റിട്ടും ഹറാമുകൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നോമ്പുള്ള സമയത്തും കടമകൾ നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ, വാസ്തവത്തിൽ നോമ്പിന്റെ ക്ലൈമാക്സ് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായില്ല എന്ന ദുഃഖമാണ് ഇവിടെ നമുക്ക് പരസ്പരം പങ്കുവെക്കേണ്ടി വരുന്നത് എന്ന് നാം ചിന്തിക്കണം. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ 1903 നമ്പർ ഹദീസായി തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, നബി തങ്ങൾ പറഞ്ഞു, മല്ലമ്മദ ഖൗലസ്സൂരി, തെറ്റായ വാക്കുകൾ ഒരാൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, വൽ അമല ബിഹി, അതേപോലെ തെറ്റായ പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജ, അല്ലാഹുവിന് യാതൊരു താല്പര്യവുമില്ല ഫി അയ്യദഅ തആമഹു വശറാബ, അവൻ വെള്ളവും ഭക്ഷണവും ഒഴിവാക്കണമെന്ന് അല്ലാഹുവിന് താല്പര്യമല്ല. അപ്പൊ നമ്മ പട്ടിണിക്കിട്ട് കഷ്ടപ്പെടുത്തുക എന്നതല്ല പടച്ച റബ്ബിന്റെ ടാർഗറ്റ്. മറിച്ച് ഈ നോമ്പിലൂടെ നമ്മുടെ ജീവിതത്തിൽ സമൂലമായ ഒരു പരിവർത്തനം ഉണ്ടാകണം. അല്ലാഹുവിന് വേണ്ടി എന്റെ ജീവിതത്തെ അവരുദ്ദേശിക്കുന്ന വിധത്തിൽ ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ പാകപ്പെട്ടിരിക്കുന്നു എന്ന ലക്ഷ്യം നമ്മുടെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു പരുവത്തിലേക്ക് നമ്മൾ ആത്മീയമായി ഉയരണം എന്നാണ് നോമ്പിന്റെ ആധ്യാത്മികമായ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നു, നമുക്കറിയാമല്ലോ, 1904 നമ്പർ ഹദീസ് ബുഖാരിയുടെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, ഖാലല്ലാഹ്, അല്ല പറഞ്ഞിരിക്കുന്നു ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി നമ്മളെ അറിയിക്കുകയാണ്, കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സിയാം, മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവനുള്ളതാണ്, നോമ്പ് ഒഴിച്ച്. ഫഇന്നഹു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, വന അജ്സി ബിഹി, അതിന് ഞാനാ പ്രതിഫലം കൊടുക്കുക. മറ്റേ അള്ളാഹുള്ളതല്ല എന്നർത്ഥത്തിലല്ല അത്, മറിച്ച് നോമ്പിന് അല്ലാഹു തആല പ്രത്യേകം തന്നിലേക്ക് ചേർത്ത് പറയുന്നു എന്നത് നോമ്പിന്റെ പ്രാധാന്യമാണ്. അതേപോലെ തന്നെ വസിയാമു ജുന്ന, നോമ്പ് പരിചയാകുന്നു, നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന, അതേപോലെ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്ന പരിചയമാണ് നോമ്പ്. അതുകൊണ്ട് വൈദാകാന യൗമു സൗമി അഹദിക്കും, നിങ്ങളിൽ നിന്ന് ഒരാളുടെ നോമ്പിന്റെ ദിനം വന്നാൽ ഫലാ യർഫുസ്, അവൻ അനാവശ്യങ്ങൾ ചെയ്യരുത്, വലാ യസ്ഹബ്, അതേപോലെ തന്നെ ആളുകളുമായി ശണ്ട കൂടുകയും കുഴപ്പമുണ്ടാക്കുകയൊന്നും ചെയ്യരുത്. അപ്പൊ ഫൈൻ സാബഹു അഹദുൻ ഖാതല, ഒരാൾ അവനെ ഇങ്ങോട്ട് തെറി വിളിക്കാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് കലഹം കൂടാനോ വന്നാലോ, ഫൽയഖുൽ ഇന്നിംറുഉൻ സായിം, ഞാൻ നോമ്പുകാരനായ മനുഷ്യനാണ് എന്നവൻ പറയണം. ഇത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറയുന്നുണ്ട്, അവൻ ആദ്യമായി അവന്റെ മനസ്സിലാ പറയേണ്ടത്, എനിക്ക് നോമ്പാണ്, ഇവനോട് ഞാൻ ഇവന്റെ അതേ ശൈലിയിൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൂടാ എന്ന് അവനെ തന്നെ അവൻ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവനെ സ്വയം നിയന്ത്രിക്കണം. എന്നിട്ടും അവൻ പറച്ചിൽ നിർത്തുന്നില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? അവനോടും പറയണം, സഹോദര, എനിക്ക് നോമ്പാണ്, നീ വിചാരിച്ചതുപോലുള്ള റിയാക്ഷൻ എന്നിൽ നിന്നുണ്ടാവില്ല എന്ന്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഖലൂഫു ഫമിസ്സായിമി, നോമ്പുകാരന്റെ വായയുടെ വാസന, തിയബു ഇൻദല്ലാഹി മിൻ റിഹിൽ മിസ്കി, അല്ലാഹുവിന്റെ അടുക്കൽ കസ്തൂരി
കസ്തൂരിയേക്കാളും നല്ല സൗരഭ്യമാണ്. നോമ്പുകാരന്റെ വായയുടെ വാസനക്ക് നമുക്ക് ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നതെങ്കിലും പടച്ചോന്റെ അടുക്കൽ ഇബാദത്തിൽ നിന്നുണ്ടായത് എന്ന നിലക്ക് അതിന് കസ്തൂരിയേക്കാളും നല്ല സൗരഭ്യവും സുഗന്ധവുമാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പിന്നെയും പറയുന്നു, സാഹിബി ഫർഹത്താനി, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. യഫ്റഹുഹുമ, ആ രണ്ട് സന്തോഷവും അവൻ അനുഭവിക്കാൻ കഴിയും. ഇദാ അഫ്തറ ഫരിഹ, ഒന്ന് നോമ്പ് തുറപ്പിക്കുമ്പോൾ അവൻ സന്തോഷിക്കുന്നു. സ്വാഭാവികമായും വെള്ളം കുടിക്കാതെ ദാഹം സഹിച്ചുകൊണ്ടും ഭക്ഷണം കഴിക്കാതെ വിശപ്പ് കടിച്ചമർത്തിക്കൊണ്ടും കഴിഞ്ഞുകൂടുന്ന മനുഷ്യന് അത് രണ്ടും ചെയ്യാനുള്ള അവസരം ലഭിക്കുമ്പോൾ നാച്ചുറലി അവനൊരു സന്തോഷമുണ്ടാകും. എന്നാൽ അതിനേക്കാൾ വൈദാ ലഖിയ റബ്ബഹു, അവന്റെ നാഥനെ കാണുമ്പോൾ ഫരിഹ ബിസൗമിഹി, അവന്റെ നോമ്പ് കാരണത്താൽ അവന് സന്തോഷം വരും. അഥവാ നോമ്പിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് പടച്ച റബ്ബിനെ കാണാനുള്ള മഹാഭാഗ്യത്തിലേക്ക് നമ്മൾ ചെന്നു ചേരുക എന്നതാണ്. അതുകൊണ്ട് തന്നെ നോമ്പിന്റെ ആധ്യാത്മികമായ വശം നമ്മുടെ ജീവിതത്തിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ കടന്നു പോകാനുള്ള ആ കൃത്യമായ ചിട്ടയും അതേപോലെ ക്രമീകരണവും വരുത്തുന്നതായിരിക്കണം നമ്മുടെ നോമ്പ്. അല്ലാതെ നോമ്പ് നോറ്റു, വെള്ളം കുടിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല, ഇതുകൊണ്ട് മാത്രം ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞ റുബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹിം ഇല്ലൽ അത്ശു വൽ ജൂഅ്, എത്രയോ നോമ്പുകാരുണ്ട് ദാഹവും വിശപ്പും അല്ലാതെ മറ്റൊന്നും അവർക്ക് ബാക്കി കിട്ടിയില്ല. അങ്ങനത്തെ നോമ്പ് പടച്ചവനൊരു താല്പര്യമല്ല. അതുകൊണ്ട് നോമ്പിൽ ഭക്ഷണം കഴിക്കാത്തതുപോലെ തന്നെ തെറ്റുകൾ ചെയ്യാത്തവരായി നമ്മൾ മാറണം. ഒരു കുറ്റത്തിലേക്കും നമ്മൾ പോകാത്തവരാകണം. അപ്പോഴാണ് നമ്മുടെ നോമ്പ് ആധ്യാത്മികമായി പവറുള്ള നോമ്പായി തീരുകയുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിധത്തിൽ നോമ്പുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്കെല്ലാം ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.